നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നാടൻ രീതിയിൽ ചിക്കൻ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്, ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ അതും ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ, വളരെ കനം കുറച്ച് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കനം കുറച്ച് അരിഞ്ഞ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് സവാള വാടി കിട്ടും. അതേപോലെ തന്നെ 10 ചുവന്നുള്ളി ഞാൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാനും കൂടി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ ഇത് വാട്ടിയെടുക്കണം കേട്ടോ. ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പോലെ സവാള വാട്ടിയെടുത്താലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ ഇത് വാട്ടിയെടുക്കാം. സവാളയൊക്കെ നല്ല പോലെ അങ്ങ് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിയുന്നതിന് പകരമായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് വാട്ടിയെടുക്കണം. തക്കാളിയും നല്ല പോലെ വാട്ടിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതില്ലെങ്കിൽ ഇട്ട വഴിക്ക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതില്ലെങ്കിൽ വെള്ളത്തിലൊന്ന് പൊടികളൊക്കെ ചാലിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ടെൻഷൻ അടിക്കാതെ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതെല്ലാം നല്ല പോലെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരയ്ക്കും നല്ല പോലെ വാട്ടിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 800 ഗ്രാമോളം ചിക്കനാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഞാൻ വിനീഗറും ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല പോലെ കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാലയായിട്ട്. ഇപ്പോൾ ചിക്കൻ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സവാളയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണ്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല പോലെ ചിക്കനിൽ അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയിൽ വേണം കറി വേണ്ടതെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. അപ്പോൾ ചൂടുവെള്ളം എന്തോരാന്ന് വെച്ചാൽ ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിലുള്ള വെള്ളത്തിലിട്ടിട്ട് തന്നെയാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പെരട്ട് പോലെ, അതായത് വരട്ടിയാണല്ലോ ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ചിക്കൻ കറി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ
നമ്മുടെ ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായില്ലല്ലോ. ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എണ്ണയും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചിക്കൻ മൂടി വെച്ച് വേവിച്ചത്. അതല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നത് കാരണം തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് വെന്തിട്ടൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി വേവാനുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നോക്കിയപ്പോൾ എനിക്ക് എരിവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപ്പും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അഥവാ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വേവാനുണ്ട്. അപ്പോൾ ഇതൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വേവാൻ വെച്ച് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ നല്ല പോലെ ഗ്രേവിയൊക്കെ നല്ല പോലെ കുറുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നമ്മുടെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നല്ല പോലെ തുറന്നിട്ടിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കാം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ടല്ലോ. അപ്പോൾ തുറന്നിട്ടിട്ട് തന്നെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എന്തോരം ഡ്രൈനെസ് വേണം അതിനനുസരിച്ച് നിങ്ങൾ വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പിലയാണ് കേട്ടോ, വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവസാനം ഇങ്ങനെ നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ കറിക്ക്, ചിക്കൻ വരട്ടിയതിന്. അപ്പോൾ ഈ കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു ഡ്രൈനെസ്സിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.